വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ಬೇಗನೆ ಬರಲಿಕ್ಕಿರುವಂತ ನಮ್ಮ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ನಮ್ಮ ಪ್ರೀತಿಯ ವಂದನೆಗಳು. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് നാം ദൈവവചനത്തിലൂടെ കണ്ടു. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಇಂದಿನ ದಿನಗಳಲ್ಲೆಲ್ಲ ನಮ್ಮ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು ಯಾರಾಗಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನಾವು ನೋಡಿದೆವು. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടാണ്. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾವು ನೋಡಿದೆವು ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಪಸ್ಕದ ಕುರಿಮರಿಯಾಗಿದ್ದಾನೆ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്കൊണ്ട് മരിച്ചതുകൊണ്ടാണ് നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമായത്. ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು ಕಲ್ವಾರಿ ಶಿಲುಬೆ ಮೇಲೆ ನಮಗೋಸ್ಕರ ಬಲಿಯಾಗಿದ್ರಿಂದ ನಾವು ವಿಮೋಚನೆಯನ್ನ ಹೊಂದಿದ್ದೇವೆ. നമുക്കതിന്റെ തുടർമാനമായിട്ട് ചില വാചനങ്ങളും കൂടെ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ನಾವು ಅದರ ಮುಂದಿನ ಭಾಗಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ಕೆಲವು ವಾಕ್ಯಗಳನ್ನ ಈ ದಿನದಲ್ಲಿ ನಾವು ಧ್ಯಾನ ಮಾಡಲಿಕ್ಕೆ ಹೋಗ್ತೇವೆ. നമ്മൾ കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കണ്ടു. ನಾವು ಇಂದಿನ ದಿನಗಳಲ್ಲಿ 1 ಕೊರಿಂಥದವರ ಪತ್ರಿಕೆ 5ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಾವು ನೋಡಿದೆವು. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ನೀವು ಉಳಿಯಿಲ್ಲದವರೆನಿಸಿಕೊಂಡದ್ದರಿಂದ ಹಳೆ ಉಳಿಯನ್ನು ತೆಗೆದುಹಾಕಿ ಹೊಸ ಕಣಿಕದಂತಾಗಿರ್ರಿ. ಯಾಕಂದರೆ ನಮ್ಮ ಪಸ್ಕದ ಯಜ್ಞದ ಕುರಿಯು ಕೊಯ್ದದೆ, ಅದಾವುದೆಂದರೆ ಕ್ರಿಸ್ತನೇ. പഴയ നിയമത്തിൽ നാം കാണുന്ന ഒരു സംഭവത്തിന്റെ പുതിയ നിയമമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಡೆದಂತ ಒಂದು ಸಂಗತಿಯನ್ನ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ಈ ರೀತಿಯಾಗಿ ಓದಿದೆವು. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಕೊರಿಂಥ ಸಭೆಯವರಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, ನಮಗೋಸ್ಕರ ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ಯಜ್ಞದ ಕುರಿಮಾರಿ ಅಂತ ಯೇಸು ಕ್ರಿಸ್ತನು ಆತನು ಕೊಯ್ಯಲ್ಪಟ್ಟಿದ್ದಾನೆ. ഈ വചനഭാഗത്തിന് ആസ്പദമായ പഴയ നിയമഭാഗം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ಈ ವಾಕ್ಯಕ್ಕೆ ಹಿನ್ನೆಲೆಯಾಗಿ ವಿಮೋಚನೆ ಕಂಡ 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡಬಹುದಾಗಿದೆ. അവിടെ ആമേൻ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെ ഓരോ വീടിനും ഓരോ കുഞ്ഞാട് അറുക്കപ്പെടണം എന്ന് നമ്മൾ കണ്ടു. ನಾವು ಆ ವಾಕ್ಯ ಭಾಗದಲ್ಲಿ ಇಂದಿನ ದಿನಗಳಲ್ಲಿ ಆಲೋಚನೆ ಮಾಡಿದ ಹಾಗೆ ಒಂದೊಂದು ಮನೆಯವರು ಒಂದೊಂದು ಕುರಿಮರಿಯನ್ನ ಆರಿಸಿಕೊಳ್ಳಬೇಕಾಗಿತ್ತು. എന്നാൽ അടുത്ത ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുകയാണ്. ಆದರೆ ಮುಂದಿನ ವಾಕ್ಯ ಭಾಗದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಮಗೆ ನೋಡಲು ಸಾಧ್ಯ. 12-ാം അധ്യായം അതിന്റെ 7-ാം വചനം ഇങ്ങനെ പറയുന്നു, അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടികളിന്മേലും പുരട്ടേണം. ವಿಮೋಚನಾ ಕಾಂಡ 12ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಾವು ನೋಡ್ತೇವೆ, ಅವರು ಅವುಗಳ ರಕ್ತದಲ್ಲಿ ಸ್ವಲ್ಪ ತೆಗೆದು ತಾವು ಆ ಭೋಜನವನ್ನು ಮಾಡುವ ಮನೆ ಬಾಗಿಲಿನ 2 ನಿಲುವು ಕಂಬಗಳಿಗೂ ಮೇಲಿನ ಪಟ್ಟಿಗೂ ಹಚ್ಚಬೇಕು. ആമേൻ. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. ಆ ರಾತ್ರಿಯಲ್ಲಿಯೇ ಆ ಮಾಂಸವನ್ನು ಭೋಜನ ಮಾಡಬೇಕು. ಅದನ್ನು ಬೆಂಕಿಯಲ್ಲಿ ಸುಟ್ಟು ಉಳಿಯಿಲ್ಲದ ರೊಟ್ಟಿಗಳ ಮತ್ತು ಕಹಿಯಾದ ಪಲ್ಯಗಳ ಸಂಗಡ ಊಟ ಮಾಡಬೇಕು. അപ്പൊ നോക്കണം പ്രിയ ദൈവമക്കളെ, ഒന്ന് ഈ കുഞ്ഞാട് ആമേൻ ഓരോ ഭവനത്തിനും വേണം. അതുപോലെ തന്നെ ഈ കുഞ്ഞാടിനെ അറുക്കണം. തീർന്നില്ല, ആ കുഞ്ഞാടിന്റെ രക്തം കുറെ എടുത്ത് ഏതു ഭവനത്തിനകത്താണോ ഈ പുളിപ്പില്ലാത്ത അപ്പവും ചുട്ട മാംസവും ഭക്ഷിക്കുന്നത്, ആ കട്ടിളക്കാലിന്മേലും കുറുമ്പടികളിന്മേലും ഈ രക്തം പുരട്ടണം. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನೀವು ವಾಕ್ಯದಲ್ಲಿ ನೀವು ಗಮನಿಸಬೇಕು, ಒಂದೊಂದು ಮನೆಯವರು ಒಂದೊಂದು ಕುರಿಮರಿಯನ್ನ ತೆಗೆದುಕೊಳ್ಳಬೇಕು. ಆ ಕುರಿಮರಿಯನ್ನ ಕೊಯ್ಯಬೇಕು. ಅದರಲ್ಲಿ ಸ್ವಲ್ಪ ರಕ್ತವನ್ನ ತೆಗೆದುಕೊಂಡು ತಾವು ವಾಸ ಮಾಡುವಂತ ಮನೆ ಬಾಗಿಲಿನ 2 ನಿಲುವು ಕಂಬಗಳಿಗೂ ಅದರ ಮೇಲಿನ ಪಟ್ಟಿಗೂ ಹಚ್ಚಬೇಕು. അപ്പൊ പ്രിയ ദൈവമക്കളെ, ഇവിടെ വചനം എടുത്തു പറയുകയാണ്, ഈ കുഞ്ഞാടിന്റെ രക്തം കുറെ എടുത്ത് ആമേൻ ഈ ഭവനത്തിന്റെ കുറുമ്പടികൾ കട്ടളക്കാലിന്മേൽ പുരട്ടണം. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ವಾಕ್ಯವು ಹೇಳುತ್ತೆ, ಆ ಕೊಯ್ಯಲ್ಪಡುವಂತ ಕುರಿಮರಿಯ ರಕ್ತದಲ್ಲಿ ಸ್ವಲ್ಪವನ್ನ ತೆಗೆದುಕೊಂಡು ತಾವು ಭೋಜನ ಮಾಡುವ ಮನೆ ಬಾಗಿಲಿನ 2 ನಿಲುವು ಕಂಬಗಳಿಗೂ ಮೇಲಿನ ಪಟ್ಟಿಗೂ ಹಚ್ಚಬೇಕು. ആമേൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രക്തം എടുത്ത് പുരട്ടേണ്ടതിന്റെ ആവശ്യം? ಯಾಕೆ ಈ ಒಂದು ರಕ್ತವನ್ನ ತೆಗೆದುಕೊಂಡು ಆ ಪಟ್ಟಿಗೆ ಹಚ್ಚಬೇಕು? ആമേൻ. തുടർന്നുള്ള വചനഭാഗത്തിനകത്ത് നാം ആമേൻ 13-ാമത്തെ വേർഡിനകത്ത് ഇങ്ങനെ കാണുന്നു, ಮುಂದಿರುವಂತ 13ನೇ ವಾಕ್ಯ ಭಾಗದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ನೀವು ಹಚ್ಚುವ ಈ ರಕ್ತವು ನಿಮ್ಮ ಮನೆಗಳನ್ನು ಸೂಚಿಸುವಂತದ್ದಾಗಿದೆ. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ನಾನು ಆ ರಕ್ತವನ್ನು ನೋಡುವಾಗ ಅದನ್ನ ಕಂಡು ನಿಮಗೆ ಯಾವ ನಷ್ಟವನ್ನು ಮಾಡದೆ ಮುಂದಕ್ಕೆ ದಾಟಿ ಹೋಗುವೆನು. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ನಾನು ಐಗುಪ್ತದವರನ್ನು ಸಂಹರಿಸುವಾಗ ನಿಮಗೆ ಯಾವ ಹಾನಿಯೂ ಉಂಟಾಗುವುದಿಲ್ಲ. അപ്പൊ നോക്കണം പ്രിയ ദൈവമക്കളെ, ഈ കുഞ്ഞാടിന്റെ രക്തം ഏതൊക്കെ ഭവനത്തിന്റെ ആമേൻ ഈ കട്ടളക്കാൽ
കാലുകൾ കുറുമ്പടികൾ മേലാണോ തളിക്കുന്നത്, അവിടെ രക്തം ഒരു അടയാളമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ನೀವು ಗಮನಿಸುವುದಾದ್ರೆ ಈ ಕುರಿಮರಿಯ ರಕ್ತ ಅವರು ಯಾವ ಮನೆಗಳ ಒಂದು ಕಂಬಗಳಿಗೂ ಪಟ್ಟಿಗಳಿಗೂ ಹಚ್ಚಿದ್ದಾರೋ ಆ ರಕ್ತವು ಆ ಮನೆಗಳನ್ನ ಸೂಚಿಸುವಂತದ್ದಾಗಿದೆ. അപ്പൊ നോക്കണം പ്രിയ ദൈവമക്കളെ, പുതിയ നിയമത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചെങ്കിൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് രക്തം ഒരു അടയാളമാണ്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಈ ರೀತಿಯಾಗಿರುವುದಾದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇರುವಂತ ನಾವು ಕಲ್ವಾರಿ ಶಿಲುಬೆ ಮೇಲೆ ಯೇಸು ಕ್ರಿಸ್ತನ ಒಂದು ಪಸ್ಕದ ಕುರಿಮರಿಯಾಗಿ ಆತನು ನಮಗೋಸ್ಕರ ಆತನು ಬಲಿಯಾಗಿದ್ದಾನೆ. ಆ ರೀತಿಯಾಗಿರೋದಾದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಇರುವಂತ ನೀವು ನಿಮಗೋಸ್ಕರ ಯೇಸು ಸುರಿಸಿದಂತ ಆತನ ಪರಿಶುದ್ಧ ರಕ್ತ ನಿಮ್ಮನ್ನ ಸೂಚಿಸುವಂತ ಒಂದು ಸೂಚನೆಯ ಗುರುತಾಗಿದೆ. ആമേൻ. പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. ಹೊಸ ಒಡಂಬಡಿಕೆ ನಮಗೆ ಕಲಿಸುತ್ತೆ ನಮ್ಮ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದ ಮುಖಾಂತರ ನಾವು ಕೊಂಡುಕೊಂಡವರಾಗಿದ್ದೇವೆ. ആമേൻ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിനകത്ത് എന്റെയും നിങ്ങളുടെ മേൽ ഒരു അടയാളമായി വെക്കപ്പെട്ടു. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನನ್ನ ಜೀವಿತದಲ್ಲಿ ನಿಮ್ಮ ಜೀವಿತಗಳಲ್ಲಿ ಅದು ಒಂದು ಗುರುತಾಗಿದೆ. നോക്കണം, മിസ്രയീം ദേശത്തു നടക്കുന്ന ഈ 10ാമത്തെ ബാധയ്ക്കകത്ത് ഇസ്രായേൽ ജനത്തിന്റെ വീടുകളിന്മേൽ ഈ കട്ടിളകളുടെ മേൽ ഈ കുറുമ്പടികളുടെ മേൽ രക്തം കാണുമ്പോൾ സംഹാരകൻ ആ വീടിനെ ആമേൻ അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുമോ? ವಿಮೋಚನ ಕಾಂಡದಲ್ಲಿ ನಾವು ನೋಡುವಾಗ 10ನೇ ಅದ್ಭುತವನ್ನ ಮಾಡುವುದಕ್ಕೆ ಮುಂಚೆ ಆತನು ಆ ಮನೆಗಳ ಒಂದು ಗುರುತು ಬೇಕು ಎಂಬುದಾಗಿ ಒಂದು ಕುರಿಮರಿಯ ರಕ್ತವನ್ನ ತೆಗೆದುಕೊಂಡು ಅವರು ಹಚ್ಚಿದ ನಂತರ ಆ ರಕ್ತವು ಗುರುತಾಗಿದ್ದು ಸಂಹಾರ ದೂತನು ಐಗುಪ್ತದವರನ್ನ ಸಂಹರಿಸಲು ಬರುವಾಗ ಆ ರಕ್ತವನ್ನ ನೋಡಿ ಯಾವುದೇ ಇಸ್ರೇಲ್ ಜನಗಳಿಗೆ ಸಂಹಾರವನ್ನ ಮಾಡದೆ ಆತನು ಮನೆಗಳನ್ನ ದಾಟಿ ಹೋದರು. നിങ്ങൾ നോക്കിക്കേ, ഇസ്രായേൽ ജനത്തിന്റെ ഭവനങ്ങളെ ഈ സംഹാരകൻ തൊടാതിരിക്കുന്നതിന്റെ റീസൺ എന്താണ്? അതിന്റെ ഒരേ ഒരു റീസൺ രക്തം അടയാളമായിരിക്കുന്നതാണ്. ನೀವು ಗಮನಿಸಬೇಕು, ನೀವು ಆಲೋಚನೆ ಮಾಡಬೇಕು. ಇಸ್ರೇಲ್ ಜನಗಳು ಸಂಹಾರ ದೂತನು ಬರುವಾಗ ಅವರ ಮನೆಗಳು ಸಂಹಾರವಾಗದೇ ಇರುವುದಕ್ಕೆ ಕಾರಣ ಏನು ಎಂಬುದಾಗಿ ನೋಡುವಾಗ ಅವರ ಮನೆ ಬಾಗಿಲುಗಳಿಗೆ ಹಚ್ಚಿದಂತ ಆ ರಕ್ತವೇ ಅದಕ್ಕೆ ಕಾರಣವಾಗಿತ್ತು. പ്രിയ ദൈവമക്കളെ, ആ ഭവനത്തിനകത്ത് താമസിക്കുന്ന വ്യക്തികൾ അവർ നല്ലവരാണോ, അവർ അശുദ്ധരാണോ, അവർ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അവർ എത്രമാത്രം കഴിവുള്ളവരാണ് കഴിവില്ലാത്തവരാണ്, ഇതൊന്നും ഒരു വിഷയമല്ല. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಆ ರಕ್ತವು ಹಚ್ಚಲ್ಪಟ್ಟಂತ ಮನೆಯ ಒಳಗಡೆ ಇದ್ದಂತ ಜನಗಳು ಅವರು ಒಳ್ಳೆಯವರ ಕೆಟ್ಟವರೋ, ಎಷ್ಟು ಪಾಪಿಗಳು, ಎಷ್ಟು ಕಠೋರರು, ಅಥವಾ ಅವರು ಯೋಗ್ಯರ ಅಯೋಗ್ಯರ ಎಂಬುದಾಗಿ ಯಾವುದೇ ವಿಷಯಗಳಲ್ಲ. മറിച്ച് രക്തം ഒരു അടയാളം, ഇതാണ് അവരുടെ പ്രൊട്ടക്ഷൻ. ಆದರೆ ಅವರಿಗೋಸ್ಕರ ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ಕುರಿಮರಿಯ ರಕ್ತವೇ ಅವರ ಒಂದು ರಕ್ಷಣೆಯ ಗುರುತಾಗಿತ್ತು. ആമേൻ. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, പുതിയ നിയമത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കെ ഈ രക്തത്താൽ ഒരു അടയാളം നിങ്ങളുടെ മേലുണ്ടോ? ಇವತ್ತು ನಾವು ನಿಮ್ಮೊಂದಿಗೆ ಕೇಳ್ತೇವೆ, ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕಲ್ವಾರಿ ಶಿಲುಬೆ ಮೇಲೆ ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನಿಮಗೂ ನಿಮ್ಮ ಕುಟುಂಬದವರಿಗೂ ಒಂದು ಗುರುತಾಗಿ ಇದೆಯಾ? ആമേൻ. ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ നാം നീതിമാന്മാരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം നമ്മെ നോക്കി പറയുന്നു. ವಾಕ್ಯವು ನಮ್ಮನ್ನು ನೋಡಿ ಹೇಳುತ್ತೆ, ನೀವು ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದ ಮುಖಾಂತರ ನೀವು ನೀತಿವಂತರಾಗಿದ್ದೀರಾ. ആമേൻ. ഇന്ന് ആമേൻ, പഴയ നിയമത്തിൽ വെറും ഒരു സാധാരണ ആട്ടിൻകുട്ടിയുടെ രക്തത്തിന് ഇങ്ങനെ ഒരു വലിയ പ്രൊട്ടക്ഷനെ കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಸಾಧಾರಣವಾಗಿರುವಂತ ಈ ಕುರಿಮರಿಯ ರಕ್ತ ಈ ರೀತಿಯಾದ ರಕ್ಷಣೆ ಕೊಡುವುದಾದರೆ പുതിയ നിയമത്തിൽ ആമേൻ ഊനമറ്റ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് എത്രയധികം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ കഴിയും. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಪರಿಪೂರ್ಣ ಅಂಗಾಂಗ ಉಳ್ಳವನಾಗಿ ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ಕ್ರಿಸ್ತನ ರಕ್ತ ಇನ್ನು ಎಷ್ಟು ಮಾತ್ರ ನಮಗೆ ರಕ್ಷಣೆ ಕೊಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತೆ. പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിൽ ആ കുഞ്ഞാടിന്റെ രക്തത്തിന് ആമേൻ ആ സംഹാരകൻ തൊടാതെ അവരെ സംരക്ഷിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಆ ರಕ್ತಕ್ಕೆ ಸಂಹಾರ ದೂತನು ಆ ಮನೆಯವರನ್ನ ಸಂಹಾರ ಮಾಡದ ರೀತಿಯಲ್ಲಿ ಮಾತ್ರವೇ ಆ ಕಾರ್ಯ ಮಾಡಿತು. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ഏത് പാപമോ, ഏത് ശാപമോ, ഏത് കുറവാണോ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തുള്ളത് അതിനെ ഇല്ലാതാക്കി പരിപൂർണമായും ആ വ്യക്തിയെ നിഷ്കളങ്കനായി മാറ്റുന്ന രക്തമാണ്. ಆದರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ನಮ್ಮ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ಯಾವುದೇ ಪಾಪವಾಗ್ಲಿ, ಶಾಪವಾಗ್ಲಿ, ರೋಗಗಳಿಂದಾಗ್ಲಿ ಸಕಲ ರೀತಿಯಲ್ಲಿ ಆ ಮನುಷ್ಯನನ್ನ ಶುದ್ಧಿ ಮಾಡಿ ಆತನನ್ನ ಬಿಡುಗಡೆ ಮಾಡಿ ಪರಿಪೂರ್ಣವಾದ ನೂತನ ವ್ಯಕ್ತಿಯಾಗಿ ಪರಿಶುದ್ಧ ಮಾಡುವಂತದ್ದಾಗಿದೆ. യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ಅಪೊಸ್ತಲನಾದ ಯೋಹಾನನು ತನ್ನ 1ನೇ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತಾನೆ, ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತವು ಸಕಲ ಪಾಪಗಳನ್ನ ನಿವಾರಿಸುವಂತದ್ದಾಗಿದೆ.
ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പാപഭാരത്തോടു കൂടിയാണോ ഞങ്ങളെ ಈ കേട്ടുകൊണ്ടിരിക്കുന്നത്? ವಾಕ್ಯವನ್ನ ಕೇಳುವಾಗಲೇ ನೀವು ಯಾರಾದರೂ ಪಾಪ ಒಂದು ಭಾವನೆಯಲ್ಲಿ ಇರುವುದಾದರೆ, നിങ്ങൾക്ക് ചില പാപത്തിനകത്ത് വീണുപോയി അതിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണോ? ನೀವು ಯಾರಾದರೂ ಯಾವುದೇ ಪಾಪಗಳಲ್ಲಿ ಬಿದ್ದು ಹೋಗಿ ಆ ಪಾಪಗಳಿಂದ ಹೊರಬರಲು ನಿಮಗೆ ಸಾಧ್ಯವಾಗುತ್ತಿಲ್ವಾ? ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ಈ ದಿನ ನಿಮಗೆ ಒಂದು ಸಂತೋಷದ ವಾಕ್ಯ ಇದೆ. നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ സകല പാപത്തിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കാൻ മതിയായതാണ്. ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನಿಮ್ಮನ್ನ ಸಕಲ ಪಾಪಗಳಿಂದ ನಿಮ್ಮನ್ನ ಶುದ್ಧಿ ಮಾಡಿ ನಿಮ್ಮನ್ನ ಪರಿಪೂರ್ಣವಾಗಿ ಹೊಸದಾದ ಮನುಷ್ಯ ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯ. നിങ്ങളുടെ പാപ പരിഹാരത്തിന് ഇനി നിങ്ങൾ ഒരു ക്രിയയും ചെയ്യേണ്ട ആവശ്യമില്ല. ನಿಮ್ಮ ಪಾಪಗಳಿಂದ ಒಂದು ಬಿಡುಗಡೆಗಾಗಿ ನೀವು ಯಾವ ಹೊಸ ಕಾರ್ಯವನ್ನ ಮಾಡಬೇಕಾದ ಅವಶ್ಯವಿಲ್ಲ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവായ യേശുക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ನೀವು ಇರುವಂತ ಸ್ಥಳದಲ್ಲಿಯೇ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು ನನ್ನ ಪಾಪಗಳಿಂದ ನನ್ನ ಶಾಪಗಳಿಂದ ಬಿಡಿಸುವುದಕ್ಕಾಗಿ ಆತನು ಸತ್ತನು, ഊണಲ್ಪಟ್ಟನು, ಜೀವಂತವಾಗಿ ಎದ್ದನು ಎಂಬುದಾಗಿ ನಿಮಗೆ ನಂಬಿಕೆ ಇಡಲು ಸಾಧ್ಯವಾಗುತ್ತಾ? ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് പറയാമോ, കർത്താവേ, അങ്ങന്റെ രക്ഷകനാണ്, എന്നെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങേക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ಈ ದಿನದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಿಮಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾ? ಯೇಸುವೆ, ನೀನು ನನ್ನ ಪಾಪಗಳಿಂದ ಬಿಡಿಸುವುದಕ್ಕಾಗಿ ನೀನು ಸತ್ತಿದ್ದೀಯಾ, ನೀನು ಮಾತ್ರವೇ ನನ್ನ ಪಾಪಗಳಿಂದ ಬಿಡಿಸಿ ನನ್ನನ್ನ ರಕ್ಷಣೆ ಮಾಡಲು ಸಾಧ್ಯ ಎಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ സകല പാപത്തെയും യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കാൻ. ನೀವಿರುವಂತ ಸ್ಥಳಗಳಲ್ಲಿಯೇ ನಿಮ್ಮ ಸಕಲ ಪಾಪಗಳನ್ನ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ಪರಿಶುದ್ಧ ಮಾಡುತ್ತೆ. അത് മാത്രമല്ല പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ വലിയ പ്രൊട്ടക്ഷൻ ആണ്. ಅದು ಮಾತ್ರವಲ್ಲ ದೇವರ ಮಕ್ಕಳೇ, ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನಿಮ್ಮ ಒಂದು ದೊಡ್ಡದಾದ ಒಂದು ರಕ್ಷಣೆಯಾಗಿದೆ. പൈശാചിക മണ്ഡലം ഭയപ്പെടുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിന്റെ രക്തമാണ്. ಸೈತಾನನ ಆತ್ಮಿಕ ಮಂಡಲ ಭಯಪಡುವಂತ ಒಂದೇ ಒಂದು ರಕ್ತವಾಗಿರುವುದಾದ್ರೆ ಅದು ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. സംഹാരകൻ വെറും ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം കണ്ടപ്പോഴാണ് ഒഴിഞ്ഞ് ആ ഭവനത്തെ വിട്ട് അമേൻ അടുത്തൊരു മിസ്രൈമ ഭവനത്തിലേക്ക് പോകുന്നത്. ನೀವು ಯೋಚನೆ ಮಾಡುವುದಾದ್ರೆ ಸಂಹಾರ ದೂತನು ಆ ಒಂದು ರಕ್ತವನ್ನ ನೋಡಿ ಆ ಮನೆಯನ್ನ ಬಿಟ್ಟು ನಂತರ ನಾಶ ಮಾಡುವುದಕ್ಕೆ ಐಗುಪ್ತರ ಮನೆಗಳಿಗೆ ಹೋದನು. അങ്ങനെയാണെങ്കിൽ എത്രയധികം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ രക്തത്തിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. ಆ ರೀತಿಯಾಗಿರುವುದಾದ್ರೆ ದೇವರ ಪುತ್ರನಾಗಿರುವಂತ ನಮ್ಮ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಪರಿಶುದ್ಧ ರಕ್ತ ಇನ್ನು ಎಷ್ಟು ಮಾತ್ರ ನಮಗೆ ರಕ್ಷಣೆ ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നിങ്ങളെ നോക്കി ഞങ്ങൾ പറയുകയാണ്, ಈ ದಿನದಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕಾರ ಮಾಡಿದಂತ ನಿಮ್ಮನ್ನ ನೋಡಿ ನಾವು ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತೇವೆ, നിങ്ങളുടെ മേൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ನಿಮಗೆ ಒಂದು ಅಸ್ವಾಭಾವಿಕವಾದಂತ ರಕ್ಷಣೆ ಇದೆ. നിങ്ങളുടെ മേൽ ക്രിസ്തു യേശുവിന്റെ രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ನಿಮ್ಮ ಮೇಲೆ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದ ರಕ್ಷಣೆ ಇದೆ. നിങ്ങളെ ഇനി ഒരു സംഹാരകനും തൊടുവാൻ കഴിയുകയില്ല. ನಿಮ್ಮನ್ನ ಇನ್ನು ಯಾವತ್ತೂ ಕೂಡ ಸಂಹಾರಕನು ಯಾರು ಕೂಡ ಮುಟ್ಟುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഒരു സംഹാരകനും നിങ്ങളുടെ ഭവനത്തെ തൊടുവാൻ ಯಾವ കഴിയില്ല. ಸಂಹಾರಕನು ನಿಮ್ಮ ಮನೆಯವರನ್ನ ಮುಟ್ಟುವುದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. കാരണം സകല സംഹാര ശക്തികളും ഭയപ്പെടുന്ന ഒരു രക്തത്താലാണ് നിങ്ങൾ മുദ്രയിടപ്പെട്ടത്. ಕಾರಣ ಸಕಲ ಸಂಹಾರ ಶಕ್ತಿಗಳೆಲ್ಲ ಭಯಪಡುವಂತ ರಕ್ತವಾಗಿರುವುದು ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಿಂದ ನೀವು ಮುದ್ರಿಸಲ್ಪಟ್ಟಿದ್ದೀರಾ. പ്രിയ ദൈവമക്കളെ, അമേൻ, ഈ രക്തം പുതിയ നിയമത്തിനകത്ത് പത്രോസ് പറയുകയാണ് വിലയേറിയ രക്തം എന്ന്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಪೇತ್ರನು ತನ್ನ ಪತ್ರಿಕೆಗಳಲ್ಲಿ ಈ ರಕ್ತವನ್ನು ಕುರಿತು ಹೇಳುತ್ತಾನೆ, ಅತ್ಯಮೂಲ್ಯವಾಗಿರುವಂತಹ ಕ್ರಿಸ್ತನ ರಕ್ತ. അമേൻ. പ്രിയ ദൈവമക്കളെ, ഈ രക്തത്തിന്റെ വില അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. കാരണം ഈ രക്തത്താലാണ് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಈ ಒಂದು ರಕ್ತಕ್ಕೆ ಯಾವುದೇ ಬೆಲೆಯನ್ನು ಕಟ್ಟಲಿಕ್ಕೆ ಈ ಲೋಕದಲ್ಲಿ ಸಾಧ್ಯವಾಗೋದಿಲ್ಲ. ಅತ್ಯಮೂಲ್ಯವಾದಂತ ರಕ್ತದಿಂದ ನಾವು ವಿಮೋಚನೆಯನ್ನು ಹೊಂದಿದ್ದೇವೆ. ഒരുവന്റെ പാപം എത്ര രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಪಾಪ ಎಷ್ಟು ಕಡು ಕೆಂಪಾಗಿದ್ರೂ ಕೂಡ അതിനെ വെൺമഞ്ഞു പോലെ നിർമ്മലമാക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ಅದನ್ನ ಬೆಳ್ಳಗಿನ ಮಂಜಿನ ಹಾಗೆ ತೊಳೆದು ನೂತನ ಪಡಿಸುವುದಕ್ಕೆ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಿಂದ ಸಾಧ್ಯ. ഈ പഴയ നിയമത്തിൽ ആട്ടിൻകുട്ടിയുടെ രക്തം ഇവർക്ക് പ്രൊട്ടക്ഷൻ മാത്രമാണ് നൽകുന്നത്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಆ ಕುರಿಮರಿಯ ರಕ್ತ ಅವರಿಗೆ ಒಂದು ರಕ್ಷಣೆ ಮಾತ್ರ ನೀಡುವಂತದ್ದಾಗಿತ್ತು. അതിനകത്ത് താമസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ മാറ്റുവാനോ സ്വഭാവത്തെ മാറ്റാനോ അവരുടെ പാരമ്പര്യത്തെ മാറ്റുവാനോ ഒന്നും ഈ രക്തത്തിന് കഴിഞ്ഞില്ല. ಆ
ಮನೆಯ ಒಳಗಡೆ ಇದ್ದಂತ ವ್ಯಕ್ತಿಗಳ ಜೀವಿತಗಳನ್ನ ಅಥವಾ ಪಾಪಗಳಿಂದ ಶಾಪಗಳಿಂದ ಆ ವ್ಯಕ್ತಿಗಳನ್ನ ಬಿಡಿಸುವುದಕ್ಕೆ ಬದಲಾವಣೆ ಮಾಡುವುದಕ್ಕೆ ಆ രക്തಕ್ಕೆ ശക്തി ഇരലില്ല. എന്നാൽ ക്രിസ്തുയേശുവിന്റെ രക്തം നമുക്ക് സംരക്ഷണം മാത്രമല്ല, പ്രൊട്ടക്ഷൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രക്തം. ಆದ್ರೆ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನಮಗೆ ರಕ್ಷಣೆ ಸಂರಕ್ಷಣೆ ಕೊಡುವುದರ ಜೊತೆಯಲ್ಲಿ ನಮ್ಮ ಜೀವಿತದ ಸಕಲ ವಿಷಯಗಳಿಂದ ನಮ್ಮನ್ನ ಬದಲಾವಣೆ ಮಾಡಲಿಕ್ಕೆ ಆ ರಕ್ತಕ್ಕೆ ಶಕ್ತಿ ಇದೆ. ഇന്നൊന്ന് ചേർന്ന് വിശ്വസിക്കാമോ? യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ വീണപ്പോൾ നിങ്ങൾ പഴയ പാരമ്പര്യത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടു. ಈ ದಿನ ಈ ವಾಕ್ಯದಲ್ಲಿ ನೀವು ನಂಬುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ? ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ಯಾವಾಗ ನನ್ನ ಮೇಲೆ ಬಂದು ಬಿತ್ತು, ಆಗಲೇ ನಾನು ಸಕಲ ಪಾರಂಪರ್ಯ ಶಕ್ತಿಗಳಿಂದ ನನಗೆ ಬಿಡುಗಡೆಯಾಗಿದೆ. യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ വന്നപ്പോൾ സകല ശാപത്തിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെട്ടു. ಯೇಸುವಿನ ರಕ್ತ ನಿಮ್ಮ ಮೇಲೆ ಯಾವಾಗ ಬಂತೋ ಆಗಲೇ ಸಕಲ ಶಾಪ ಶಕ್ತಿಗಳಿಂದ ನಾನು ಬಿಡುಗಡೆ ಹೊಂದಿದ್ದೇನೆ. യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ മേൽ വന്നപ്പോൾ സകല പാപത്തിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെട്ടു. ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ಯಾವಾಗ ನನ್ನ ಮೇಲೆ ಬಂತೋ ಆಗಲೇ ಸಕಲ ಪಾಪ ಶಕ್ತಿಗಳಿಂದ ನಾನು ಬಿಡುಗಡೆ ಹೊಂದಿದ್ದೇನೆ. ഇപ്പോൾ ഞാൻ പഴയ വ്യക്തിയല്ല, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ಈಗ ನಾನು ಹಳೆಯ ವ್ಯಕ್ತಿಯಲ್ಲ, ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ನೂತನ ವ್ಯಕ್ತಿ. ആമേൻ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ಪ್ರಿಯ കഴിയുന്നത്. ದೇವರ ಮಕ್ಕಳೇ, ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಮಾತ್ರವೇ ಸಾಧ್ಯ ನಮ್ಮನ್ನ ಹಳೆಯ ಜೀವಿತದಿಂದ ನೂತನ ವ್ಯಕ್ತಿಯಾಗಿ ನೂತನ ಜೀವಿತದಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಬರಲು ಸಾಧ್ಯ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനങ്ങൾ ഇങ്ങനെ നൂറുകണക്കിന് വർഷങ്ങൾ ഈജിപ്തിന്റെ അടിമത്തത്തിനകത്തായിരുന്നു. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನಗಳು ದೇವರ ಜನಗಳು 100 ವರ್ಷಗಳು ಕಾಲ ಐಗುಪ್ತದಲ್ಲಿ ದಾಸತ್ವದಲ್ಲಿ ಇದ್ದರು. എന്നാൽ ഇവരുടെ വീണ്ടെടുപ്പ്, ഇവർ ആ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പെസഹ കുഞ്ഞാട് അവൻ അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ രക്തം ഈ ഭവനങ്ങളുടെ മേൽ തളിക്കപ്പെട്ടു. ಅಷ್ಟು 100 ವರ್ಷಗಳ ದಾಸತ್ವದಿಂದ ಅವರು ಬಿಡುಗಡೆ ಹೊಂದುವುದಕ್ಕೋಸ್ಕರ ಅವರು ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ಕುರಿಮರಿಯ ರಕ್ತ ಅವರ ಮೇಲೆಯೂ ಅವರ ಮನೆಗಳ ಬಾಗಿಲುಗಳಲ್ಲಿ ಅವರು ಅದನ್ನ ಹಚ್ಚಿದ್ದರು. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഏതെല്ലാം ഭവനങ്ങളിലാണോ ഈ രക്തം തളിക്കപ്പെട്ടത്, ആ കുടുംബങ്ങൾക്കാണ് മിസ്രൈമിൽ നിന്നൊരു വീണ്ടെടുപ്പ് സംഭവിച്ചത്. ನೀವು ಆ ವಾಕ್ಯದಲ್ಲಿ ಗಮನವಿಟ್ಟು ನೋಡುವಾಗ ಯಾವ ಯಾವ ಮನೆಗಳ ಮೇಲೆ ಆ ರಕ್ತವನ್ನ ಪ್ರೋಕ್ಷಣೆ ಮಾಡಿದ್ರು ಆ ಮನೆಗಳಿಗೆ ಮಾತ್ರವೇ ಆ ಐಗುಪ್ತ ದೇಶದ ಸಂಹಾರದ ದಿನದಲ್ಲಿ ಅವರಿಗೆ ಬಿಡುಗಡೆಯಾಯಿತು. അമേൻ. അപ്പൊ നോക്കണം, ഒരു വീണ്ടെടുപ്പ് എവിടെയാണ്? അമേൻ. ഒരു പുറപ്പാട് ആരുടെ ജീവിതത്തിലാണ്? രക്തം തളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ. ಅಲ್ಲಿ ಎಲ್ಲಿ ವಿಮೋಚನೆ ಆಯಿತು ಎಂಬುದಾಗಿ ನೋಡುವಾಗ, ಯಾರು ನೂತನವಾದ ಪ್ರಯಾಣವನ್ನ ನೂತನವಾದ ಜೀವಿತದ ರಕ್ಷಣಾ ಕಾರ್ಯವನ್ನ ಪ್ರಾರಂಭ ಮಾಡ್ತಾರೋ ಅಂತವರ ಮನೆಗಳ ಮೇಲೆ ಜೀವಿತಗಳ ಮೇಲೆ ಆ ರಕ್ತವನ್ನ ಪ್ರೋಕ್ಷಣೆ ಮಾಡಲಾಗಿತ್ತು. നോക്കണം, ആ ജനം മുഴുവനും മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ട് ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തിനകത്തേക്ക് പുറപ്പെട്ടു പോവുകയാണ്. ಆ ಇಸ್ರೇಲ್ ಜನಗಳೆಲ್ಲರೂ ಕೂಡ ದಾಸತ್ವದಲ್ಲಿದ್ದಂತ ಐಗುಪ್ತ ದೇಶವನ್ನ ಬಿಟ್ಟು ವಾಗ್ದಾನ ಮಾಡಿದಂತ ಪ್ರದೇಶದಲ್ಲಿ ಅವರೆಲ್ಲರೂ ಕೂಡ ಪ್ರಯಾಣ ಮಾಡಿ ಹೊರಟು ಬಂದರು. പ്രിയ ദൈവമക്കളെ, ഇത് ഒരു നിഴലാണ്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಇದು ಒಂದು ನೆರಳಾಗಿದೆ. ഇതുപോലെ നമ്മളും ഇരുളിന്റെ രാജ്യത്തിലായിരുന്നു. ಇದೇ ರೀತಿಯಾಗಿ ನಾವು ಕೂಡ ಕತ್ತಲೆಯ ರಾಜ್ಯದಲ್ಲಿದ್ವಿ. എന്നാൽ അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം ഇപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് നാം ദൈവരാജ്യത്തിനായി തായി. ಆದರೆ ನಾವು ಈಗ ಕೊಯ್ಯಲ್ಪಟ್ಟಂತ ಯೇಸುವಿನ ರಕ್ತದ ಮುಖಾಂತರ ನಾವು ಆರಿಸಿಕೊಂಡವರಾಗಿ ವಿಮೋಚನೆ ಹೊಂದಿದವರಾಗಿ ದೇವರ ರಾಜ್ಯದಲ್ಲಿ ನಾವು ಸೇರಿದ್ದೇವೆ. ആമേൻ. എത്ര പേർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ ഇപ്പോൾ അടിമത്തത്തിനകത്തല്ല. ಎಷ್ಟು ಜನಕ್ಕೆ ಇದು ಅರ್ಥವಾಗುತ್ತಿದೆ? ಈಗ ನಾನು ದಾಸತ್ವದಲ್ಲಿ ಇಲ್ಲ. ഇപ്പോൾ നിങ്ങൾ വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായിരിക്കും. ಈಗ ನೀವು ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿ ಪ್ರೀತಿ ಸ್ವರೂಪನಾಗಿರುವಂತ ಪುತ್ರನಾಗಿರುವಂತ ಯೇಸುವಿನ ರಾಜ್ಯಕ್ಕೆ ಸೇರಿದವರಾಗಿದ್ದೀರಾ. ആമേൻ. ഇനി ഓരോ മിസ്രൈമ ശക്തികൾക്കും നിങ്ങളെ അടിമപ്പെടുത്തുവാൻ കഴിയുകയില്ല. ಇನ್ನು ಮೇಲೆ ಯಾವತ್ತೂ ಕೂಡ ಐಗುಪ್ತದ ಶಕ್ತಿಗಳು ನಿಮ್ಮನ್ನ ದಾಸತ್ವದಲ್ಲಿ ಇಡುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. കാരണം നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. ಕಾರಣ ನೀವು ವಿಮೋಚನೆಯನ್ನು ಹೊಂದಿದ್ದೀರಾ. പഴയ നിയമത്തിനകത്ത് ഒരു ആട്ടിൻകുട്ടിയുടെ രക്തത്തിന് ഇങ്ങനെ വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ, ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ಕುರಿಮರಿಯ ರಕ್ತ ಈ ರೀತಿಯಾದ ವಿಮೋಚನಾ ಕಾರ್ಯವನ್ನ ಮಾಡುವುದಾದರೆ, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് എത്രമാത്രം പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കാൻ കഴിയും. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಪರಿಶುದ್ಧ ಯೇಸುವಿನ ರಕ್ತ ಎಷ್ಟು ಮಾತ್ರ ಸೈತಾನನ ಸಕಲ ಶಕ್ತಿಗಳಿಂದ ನಮ್ಮನ್ನ ವಿಮೋಚಿಸುವುದಕ್ಕೆ ಬಿಡಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತೆ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നൊരു കാര്യം നമ്മൾ ചേർന്ന് ചിന്തിക്കണം. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ
രക്തം ആമേൻ അതൊരു സാധാരണമായ രക്തമല്ല, അത് വിലയേറിയതും നിഷ്കളങ്കമായതും അതുപോലെ തന്നെ ഊനമില്ലാത്തതുമായ ഒരു ആട്ടിൻകുട്ടിയുടെ രക്തമാണ്. ಈ ದಿನದಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳುವಾಗ ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನೀವು ಒಂದು ಕಾರ್ಯವನ್ನು ಆಲೋಚನೆ ಮಾಡಬೇಕು. ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ಅದು ಸಾಧಾರಣವಾಗಿರುವಂತ ರಕ್ತವಲ್ಲ, ಅದು ಬಹಳ ಪರಿಶುದ್ಧವಾಗಿರುವಂತದ್ದು, ಅಮೂಲ್ಯವಾಗಿರುವಂತದ್ದು, ಅದು ಬಹಳ ಒಂದು ಉನ್ನತವಾಗಿರುವಂತ ಯೇಸುವಿನ ರಕ್ತವಾಗಿದೆ. ആമേൻ. ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ ഇപ്പോൾ സാധാരണക്കാരനല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ಈ ಯೇಸುವಿನ ರಕ್ತದಿಂದ ವಿಮೋಚನೆ ಹೊಂದಿದಂತ ನೀವು ಸಾಧಾರಣ ವ್ಯಕ್ತಿಗಳಲ್ಲ, ಈಗ ನೀವೆಲ್ಲರೂ ಕೂಡ ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೀರಾ. ആമേൻ. നിങ്ങൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്ത് ഇപ്പോൾ ദൈവരാജ്യത്തിനകത്ത് പിന്നെയും അടിമകളല്ല. ನೀವು ಪಾಪದಿಂದ ಸೈತಾನನಿಂದ ವಿಮೋಚನೆ ಹೊಂದಿ ಈಗ ನೀವು ಕ್ರಿಸ್ತನಲ್ಲಿ ದೇವರ ರಾಜ್ಯದಲ್ಲಿ ಮತ್ತೆ ನೀವು ದಾಸರಲ್ಲ, ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ದೇವರ ರಾಜ್ಯದಲ್ಲಿ ನೀವು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದೀರಾ. അപ്പൊ നോക്കണം, ക്രിസ്തുയേശുവിന്റെ രക്തം എന്താണ് ചെയ്യുന്നത്? അടിമകളാകിയ നമ്മെ പുത്രന്മാരാക്കി മാറ്റുന്ന രക്തം. ನೀವು ಗಮನಿಸುವಾಗ ಯೇಸುವಿನ ರಕ್ತ ನಮ್ಮನ್ನ ಏನು ಮಾಡುತ್ತೆ ಅಂತ ನೋಡುವಾಗ, ದಾಸತ್ವದ ಒಳಗಿದ್ದಂತ ನಮ್ಮನ್ನ ದೇವರ ರಾಜ್ಯದಲ್ಲಿ ದೇವರ ಮಕ್ಕಳನ್ನಾಗಿ ಯೇಸುವಿನ ರಕ್ತ ಮಾಡುತ್ತೆ. ആമേൻ. അപ്പൊ നോക്കണം, പിതാവായ ദൈവം നമ്മളെ പുത്രനായ ക്രിസ്തുയേശുവിന്റെ രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ಅದನ್ನ ನೋಡುವಾಗ ತಂದೆಯಾದ ದೇವರು ತನ್ನ ಪುತ್ರನಾಗಿರುವಂತ ಯೇಸುವಿನ ರಕ್ತವನ್ನ ನಮಗೋಸ್ಕರ ಸುರಿಸಿ, ಆ ರಕ್ತದ ಮುಖಾಂತರ ಆತನು ತನ್ನ ಮಕ್ಕಳಾಗಿ ನಮ್ಮನ್ನ ಆರಿಸಿಕೊಂಡಿದ್ದಾನೆ. ഒരു വസ്തുവിന്റെ വില തീരുമാനിക്കുന്നത് ആ വസ്തുവിന് വേണ്ടി നമ്മൾ എത്ര വില കൊടുത്തു എന്നുള്ളതാണ്. ಒಂದು ವಸ್ತುವಿನ ಬೆಲೆಯನ್ನ ತೀರ್ಮಾನ ಮಾಡುವಾಗ, ಆ ವಸ್ತುವನ್ನ ಕೊಂಡುಕೊಳ್ಳುವಾಗ ನಾವು ಎಷ್ಟು ಹಣವನ್ನ ಕೊಟ್ಟಿವಿ ಎಂಬುದರ ಮೇಲೆ ನಾವು ತೀರ್ಮಾನ ಮಾಡುತ್ತೇವೆ. ഒരു പേന നമ്മൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ 5 രൂപ കൊടുത്തും വാങ്ങാം, 50 ലക്ഷം കൊടുത്തും നമുക്ക് ചിലപ്പോൾ വാങ്ങാം. ಒಂದು ಪೆನ್ನನ್ನ ನಾವು 5 ರೂಪಾಯಿ ಕೊಟ್ಟು ನಾವು ತೆಗೆದುಕೊಳ್ಳಬಹುದು, ಅದೇ ರೀತಿಯಾಗಿ 50 ಲಕ್ಷವನ್ನ ಕೊಟ್ಟು ಕೂಡ ನಾವು ತೆಗೆದುಕೊಳ್ಳಬಹುದು. എന്നാൽ 50 ലക്ഷം രൂപ കൊടുത്തു വാങ്ങിച്ചത് ഒരു പേനയാണ് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വില എത്രമാത്രമുണ്ട്. ಆದ್ರೆ 50 ಲಕ್ಷ ಕೊಟ್ಟು ನಾವು ಆ ಒಂದು ಪೆನ್ನನ್ನು ತೆಗೆದುಕೊಂಡ್ರೆ ನಾವು ಆ ಪೆನ್ನಿನ ಬೆಲೆ ಎಷ್ಟು ಎಂಬುದಾಗಿ, ಅದರ ಮುಖ್ಯತ್ವ ಎಷ್ಟು ಎಂಬುದಾಗಿ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ತೇವೆ. ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കാം, നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನೀವು ಒಂದು ವೇಳೆ ಯೋಚನೆ ಮಾಡಬಹುದು, ನಾನು ಸಾಧಾರಣ ಮನುಷ್ಯನು. എന്നാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ ആമേൻ ക്രിസ്തുയേശുവിന്റെ രക്തമാണ് കൊടുത്തത്, വിലയേറിയ രക്തമാണ് കൊടുത്തതെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ಆದ್ರೆ ನೀವು ವಿಮೋಚನೆ ಹೊಂದುವುದಕ್ಕೋಸ್ಕರ, ನಿಮ್ಮನ್ನ ಆರಿಸಿಕೊಳ್ಳುವುದಕ್ಕೋಸ್ಕರ ಯೇಸು ತನ್ನ ಅತ್ಯಮೂಲ್ಯವಾಗಿರುವಂತ ಪರಿಶುದ್ಧ ರಕ್ತವನ್ನ ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ ನೀವು ಆಲೋಚನೆ ಮಾಡಬೇಕು. ആകയാൽ നിങ്ങൾ ദൈവ മുൻപാകെ വിലയേറിയ വ്യക്തിയാണ്. ಆದ್ದರಿಂದ ನೀವು ದೇವರ ಮುಂದೆ ಅತ್ಯಮೂಲ್ಯವಾಗಿರುವಂತ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದೀರಾ. പക്ഷേ ഇന്ന് ഞങ്ങളെ കാണുന്ന നിങ്ങൾക്ക് കുടുംബജീവിതത്തിനകത്ത് ഒരു വിലയില്ലാതെ, ಒಂದು ವೇಳೆ ನಮ್ಮನ್ನು ನೋಡುವಂತ ನಿಮಗೆ ಈ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮ ಕುಟುಂಬದ ಜೀವಿತದಲ್ಲಿ ಯಾವುದೇ ಬೆಲೆ ಇಲ್ಲದೆ ಇರಬಹುದು. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ ഒരു വില കൊടുക്കാതിരിക്കാം. ನಿಮ್ಮ ಮಾತಿಗೆ ಬೇರೆಯವರು ಬೆಲೆಯನ್ನ ಕೊಡದೇ ಇರಬಹುದು. സമൂഹത്തിൽ നിങ്ങൾ ഒരു വിലയില്ലാത്ത വ്യക്തിയായിരിക്കാം. ಸಮಾಜದಲ್ಲಿ ನಿಮಗೆ ಯಾವುದೇ ಬೆಲೆ ಇಲ್ಲದ ವ್ಯಕ್ತಿಯಾಗಿರಬಹುದು. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? ಆದ್ರೆ ನೀವು ರಕ್ಷಣೆ ಹೊಂದಿದಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದೀರಾ. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണോ? ನೀವು ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಿಂದ ನೀವು ಕೊಂಡುಕೊಳ್ಳಲ್ಪಟ್ಟಿದ್ದೀರಾ. ആമേൻ. You are a precious person. ನೀವು ಅತ್ಯಮೂಲ್ಯವಾದಂತ ವ್ಯಕ್ತಿ. നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ വളരെ വിലയുള്ള വ്യക്തിയാണ്. ನೀವು ದೇವರ ಮುಂದೆ ಅತ್ಯಮೂಲ್ಯ ಬೆಲೆಯುಳ್ಳಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ದೀರಾ. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. ಆದ್ದರಿಂದ ಪ್ರವಾದಿ ಈ ರೀತಿಯಾಗಿ ಹೇಳುತ್ತಾನೆ, ನೀನು ನನಗೆ ಅತ್ಯಮೂಲ್ಯನು, ಬಹಳ ಬೆಲೆಯುಳ್ಳವನು ಆಗಿದ್ದೀಯಾ. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എത്ര പേർക്ക് നിങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ പറയുവാൻ കഴിയും, ആമേൻ, ഐ എം പ്രിഷ്യസ് വൺ, ഞാൻ ദൈവസന്നിധിയിൽ വിലയുള്ളവനാണ്. ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದ ಮುಖಾಂತರ ಕೊಂಡಲ್ಕೊಟ್ಟಂತ ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳೇ ಎಷ್ಟು ಜನಕ್ಕೆ ಈ ರೀತಿಯಾಗಿ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯ? ದೇವರ ಮುಂದಗಡೆ ನಾನು അത്യമൂല്യವಾಗಿರುವಂತ വ്യക്തിಯಾಗಿದ್ದೇನೆ. ആമേൻ. എന്റെ പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിൽ ആമേൻ ഒരു വ്യക്തിക്ക് മാറ്റം കൊടുക്കുവാൻ കഴിയാത്ത ഒരു രക്തത്താലാണ് അവർ വീണ്ടെടുക്കപ്പെട്ടത്. ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ದೇವ ಜನರೇ, ಒಂದು ಕುರಿಮರಿಯ ರಕ್ತ ಅವರನ್ನು ಯಾವುದೇ ವ್ಯತ್ಯಾಸವನ್ನು ಕೊಡದ ರೀತಿಯಲ್ಲಿದ್ದಂತ ರಕ್ತದ ಮುಖಾಂತರ ಆ ದಿನದಲ್ಲಿ ಅವರು ವಿಮೋಚನೆಯನ್ನು ಹೊಂದಿದ್ರು. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്നതാണ്. ಆದರೆ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನಿಮ್ಮ ಜೀವಿತವನ್ನ ಪರಿಪೂರ್ಣವಾಗಿ ರೂಪಾಂತರ ಮಾಡಿ ಬದಲಾವಣೆ ಮಾಡುವಂತದ್ದಾಗಿದೆ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നിർജീവ പ്രവൃത്തികളെ പോക്കി ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷികളെ ശുദ്ധീകരിക്കുമെന്ന്. ಸೊ ಇಬ್ರಿಯದ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುವಾಗ, ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತ ನಮ್ಮ ಜೀವಿತದಲ್ಲಿರುವಂತಹ ಎಲ್ಲ ನಿರ್ಜೀವ ಕಾರ್ಯಗಳನ್ನು ತೆಗೆದು ಹಾಕಿ, ಕರ್ತನಾದಂತ ತಂದೆಯ
ತಂದೆಯಾದಂತ ದೇವರನ್ನ ಹೃದಯದಿಂದ ಆರಾಧನೆ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಹೃದಯಗಳನ್ನ ಅದು ಅದು ಪರಿಶುದ್ಧ ಮಾಡುವಂತದ್ದಾಗಿದೆ. നോക്കണം പ്രിയ ദൈവമക്കളെ, നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന രക്തം, ನಮ್ಮ ಮನಸಾಕ್ಷಿಯನ್ನ ಶುದ್ಧಿ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತ ರಕ್ತ. ആമേൻ. പ്രിയ ദൈവമക്കളെ, മറ്റൊന്നിനും നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಬೇರೆ ಯಾವುದೇ ಕಾರ್ಯಗಳಿಗೂ ಕೂಡ ನಮ್ಮ ಮನಸ್ಸಾಕ್ಷಿಯನ್ನು ಶುದ್ಧಿ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ രക്തത്തിന്റെ വില നിങ്ങൾ തിരിച്ചറിയണം. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ಈ ದಿನ ಈ ಒಂದು ಬೆಲೆ, ಈ ಒಂದು ರಕ್ತದ ಬೆಲೆಯನ್ನು ನೀವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും നിങ്ങളെ വീണ്ടെടുക്കാൻ ഈ രക്തം മതിയായതാണ്. ಈ ದಿನದಲ್ಲಿ ನೀವು ನಿಮ್ಮ ಜೀವಿತದ ಪರಿಸ್ಥಿತಿ ಯಾವುದೇ ಪರಿಸ್ಥಿತಿಯಲ್ಲಿದ್ರೂ ಕೂಡ ಈ ಒಂದು ರಕ್ತಕ್ಕೆ ನಿಮ್ಮನ್ನು ಬಿಡಿಸುವುದಕ್ಕೆ ಸಾಧ್ಯ. ഈ രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ പഴയ ജീവിതം മാറണമെങ്കിൽ, ഇതാ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ಈ പോകുന്നു. ಒಂದು ರಕ್ತದಿಂದ ನಿಮಗೆ ಒಂದು ಬಿಡುಗಡೆ ಬೇಕು, ನಿಮ್ಮ ಹಳೆಯ ಜೀವಿತದ ಶೈಲಿಯಿಂದ ಒಂದು ಬಿಡುಗಡೆ ಬೇಕು ಎಂಬುದಾಗಿ ನೀವು ಬಯಸುವುದಾದ್ರೆ ಈಗೋ ನಾವು ನಿಮಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇವೆ. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ನಮ್ಮ ಪರಲೋಕದ ಒಳ್ಳೆಯ ತಂದೆಯೇ, ഞങ്ങളെ കേൾക്കുന്ന ഈ ജനത്തിന്റെ ജീവിതം ഇന്ന് മാറട്ടെ. ನಮ್ಮ ಶಬ್ದವನ್ನ ಕೇಳುವಂತ ಈ ಜನಗಳ ಪರಿಸ್ಥಿತಿ, ಅವರ ಜೀವಿತ ಬದಲಾವಣೆಯಾಗಲಿ. പഴയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട ഭവനങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕುರಿಮರಿಯ ರಕ್ತ ಚಿಮುಕಿಸಲ್ಪಟ್ಟ ಮನೆಯವರಿಗೆ ಒಂದು ರಕ್ಷಣೆ ಇರುವುದಾದ್ರೆ, ഇന്ന് ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ഇവരുടെ മേലുള്ള പ്രൊട്ടക്ഷൻ ഇവർ തിരിച്ചറിയട്ടെ. ಈ ದಿನದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನ ರಕ್ತದಲ್ಲಿರುವಂತ ರಕ್ಷಣೆಯನ್ನ ಈ ಜನಗಳು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲಿ ತಂದೆ. ഞങ്ങളെ കേൾക്കുന്ന മെഴ്സി എന്ന് പറയുന്ന സഹോദരയുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ഒരു വിടുതൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. ನಮ್ಮ ಶಬ್ದಗಳನ್ನ ಕೇಳುವಂತ ಮರ್ಸಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಸಹೋದರಿಯ ಜೀವಿತದಲ್ಲಿ ದೊಡ್ಡ ಬಿಡುಗಡೆಯನ್ನ ಸಂಭವಿಸುವುದಕ್ಕೆ ಇರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. കുടുംബത്തിനകത്ത് പിശാചിടുന്ന ചില പദ്ധതികൾ അത് തകർന്നു മാറുന്നതിനായി സ്തോത്രം. ಆ ಕುಟುಂಬದಲ್ಲಿ ಸೈತಾನನು ಹಾಕುವಂತ ಸಕಲ ರಹಸ್ಯವಾದ ಒಂದು ಕ್ರಿಯೆಗಳಿಂದ ಬಿಡುಗಡೆ ಹೊಂದುವುದಕ್ಕಾಗಿ ನಾವು ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. ലത എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ചില പൈശാചിക പോരാട്ടങ്ങൾ ഇന്ന് ക്രിസ്തുയേശുവിന്റെ രക്തം നിങ്ങളുടെ ഭവനത്തിനകത്ത് വിടുതലായി ഇറങ്ങുന്നു. ಲಗ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ವ್ಯಕ್ತಿಯ ಜೀವಿತದಲ್ಲಿ ಸೈತಾನನ ಸಕಲ ಕ್ರಿಯೆಗಳಿಂದ ಯೇಸುವಿನ ರಕ್ತದ ಮುಖಾಂತರ ಒಂದು ಬಿಡುಗಡೆ ಇವತ್ತು ಸಂಭವಿಸುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ രക്തം നിങ്ങളെ വിടുവിക്കുകയാണ്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯೇಸುವಿನ ರಕ್ತ ನಿಮ್ಮನ್ನ ಬಿಡಿಸುವಂತದ್ದಾಗಿದೆ. ഞങ്ങളിത് പറയുമ്പോൾ തൈറോയിഡ് സംബന്ധമായ ഇഷ്യൂ സൗഖ്യമാവുന്നത് കർത്താവ് കാണിക്കുന്നു. ನಾನು ಇವತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗಲೇ ಥೈರಾಯ್ಡ್ ಸಂಬಂಧವಾಗಿರುವಂತಹ ಸಮಸ್ಯೆಗಳಿಂದ ದೇವರು ನಿಮ್ಮನ್ನ ಬಿಡುಗಡೆ ಮಾಡುತ್ತಿದ್ದಾರೆ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ಗರ್ಭಕೋಶಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ಸಮಸ್ಯೆಗಳಿಂದ ದೇವರು ನಿಮ್ಮನ್ನ ಬಿಡಿಸುತ್ತಾರೆ. ചില സിന്നകത്ത് പാപത്തിനകത്ത് വീണിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത ചില വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നു. ಕೆಲವು ಪಾಪದಲ್ಲಿ ಬಿದ್ದು ಹೋಗಿ ಅದರಿಂದ ಹೊರಗಡೆ ಬರಲು ಸಾಧ್ಯವಾಗದೆ ಕಷ್ಟಪಡುವಂತ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ನಮ್ಮ ಸಂದೇಶವನ್ನ ಕೇಳುತ್ತಿದ್ದೀರಾ? ഇന്ന് നിങ്ങൾ ക്രിസ്തുയേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കുകയാണ്. ಈ ದಿನ ಯೇಸುವಿನ ರಕ್ತದಲ್ಲಿ ನೀವು ಆಶ್ರಯವನ್ನ ಇಡುವುದಾದ್ರೆ ನಿಮ್ಮನ್ನ ಆ ಯೇಸು ನಿಮ್ಮನ್ನ ಬಿಡಿಸುವವನಾಗಿದ್ದಾನೆ. നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തെ തരുവാൻ യേശു ഇറങ്ങി വരുന്നു. ನಿಮಗೆ ಒಂದು ನೂತನ ಜೀವಿತವನ್ನ ಕೊಡುವುದಕ್ಕೆ ಯೇಸು ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಬರುತ್ತಾರೆ. യേശു നിങ്ങളെ തൊടുകയാണ്. ಯೇಸು ನಿಮ್ಮನ್ನ ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳು ಸಂಭವಿಸುತ್ತವೆ. ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ತಂದೆ, ಈ ಜನಗಳನ್ನ ನಾವು ಆಶೀರ್ವಾದ ಮಾಡುತ್ತೇವೆ. യേശുവിൽ ഉറക്കട്ടെ. ಇವರು ಯೇಸುವಿನಲ್ಲಿ ದೃಢವಾಗಿ ನಿಲ್ಲಲಿ. യേശുവിൽ വിശ്വസിക്കട്ടെ. ಇವರು ಯೇಸುವನ್ನ ನಂಬಲಿ. യേശുവിൽ ജീവിതം മാറട്ടെ. ಯೇಸುವಿನಲ್ಲಿ ಇವರ ಜೀವಿತವು ಬದಲಾವಣೆಯಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. God bless you all. ದೇವರು ನಿಮ್ಮನ್ನೆಲ್ಲರನ್ನ ಆಶೀರ್ವಾದ ಮಾಡಲಿ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ನಿಮಗೆ ಯಾವುದೇ ಪ್ರಾರ್ಥನಾ ವಿಷಯಗಳು ಇರುವುದಾದ್ರೆ ಅಲ್ಲಿ ಸ್ಕ್ರೀನ್ ನಲ್ಲಿ ಕಾಣುವಂತ ನಂಬರ್ಗಳಿಗೆ ನೀವು ಸಂಪರ್ಕ ಮಾಡಿ. God bless you all. ದೇವರು ನಿಮ್ಮನ್ನ ಆಶೀರ್ವಾದ ಮಾಡಲಿ. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும், எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 944777
5093 என்ற எண்ணிற்கோ அழைக்கவும்.